എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഗൂഗിൾ മൈ ബിസിനസ്സിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. പലർക്കും വളരെ സുപരിചിതമായിരിക്കും ഗൂഗിൾ മൈ ബിസിനസ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ഇന്നും ഒരുപാട് പേര് ഈ ഫീച്ചർ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താണ് ആക്ച്വലി ഗൂഗിൾ മൈ ബിസിനസ് അഥവാ GMB എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ഈ മികച്ച പ്ലാറ്റ്ഫോം എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഈ കാര്യം ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത് വളരെ മികച്ച നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യാം, നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ആ പ്രൊഫൈൽ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതുവഴി കസ്റ്റമറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ബിസിനസ്സിനെ ഗൂഗിൾ സെർച്ച് റിസൾട്ടുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഷോക്കേസ് ചെയ്യാൻ പറ്റും. ആളുകൾ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റോ സർവീസോ അന്വേഷിക്കുന്ന സമയത്ത്, ഓൺലൈനിൽ അന്വേഷിക്കുന്ന സമയത്ത് അവരിലേക്ക് വളരെ ഭംഗിയായിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനമാണ് എങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഇൻ കൊച്ചിൻ അഥവാ ഇൻ കേരള എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ടോപ്പ് 3 ലിസ്റ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ടോപ്പ് പേജിലേക്കൊക്കെ വരുന്നതിൽ ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റിങ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഗൂഗിൾ മൈ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ലിസ്റ്റിങ്ങുകളാണ്. ഒരു സ്പെസിഫിക് ലൊക്കേഷനിലെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ ഏതൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന അത്തരത്തിലും ബിസിനസ്സുകളുണ്ടോ അതിനെ ലിസ്റ്റ് ചെയ്യുന്നു. ഒരു വിത്തൗട്ട് എ ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഉപയോഗപ്രദമാക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ മൈ ബിസിനസ്. അപ്പോൾ ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ ടോപ്പ് 3 ലിസ്റ്റിങ്ങിലേക്കൊക്കെ വരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കടമ്പകൾ കടന്നു പോകണം അതൊന്ന് അറിഞ്ഞിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബിസിനസ് ടോപ്പ് 3 ലിസ്റ്റിങ്ങിലേക്കൊക്കെ വരണമെങ്കിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന 3 കാര്യങ്ങളുണ്ട്. 1 റെലവൻസ്, 2 ഡിസ്റ്റൻസ്, 3 പ്രൊമിനൻസ്. റെലവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ സെർച്ച് ചെയ്യുന്ന ചില കീവേഡുകളുണ്ട്. ചില കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ആ കീവേഡ് നമ്മളുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഗൂഗിൾ മൈ ബിസിനസ്സിൽ. ആ പോയിൻറ്റുകൾ, അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന വാക്കുകളും ഈ സെർച്ച് വേർഡുകളും തമ്മിലുള്ള കണക്ടിവിറ്റി, അതിൻ്റെ റെലവൻസ് നോക്കിയ കാര്യവും അവർ ഓൾറെഡി കൊടുത്തിരിക്കുന്ന വിവരങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി അഥവാ റെലവൻസാണ് ഒന്നാമത്തെ കാര്യം. 2 ഡിസ്റ്റൻസാണ്. ചില ആളുകൾ ഇന്ന പ്രൊഡക്റ്റ് ഇന്ന ലൊക്കാലിറ്റിയിൽ നോക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രോക്സിമിറ്റി അല്ലെങ്കിൽ ആ കറൻറ്റ് ലൊക്കേഷൻ ഓഫ് യൂസർ, ഒരാൾ എവിടെ നിന്നാണോ സെർച്ച് ചെയ്യുന്നത്, ഇപ്പോൾ ചിലരൊക്കെ സെർച്ച് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് നിയർ മീ, ബേക്കറി നിയർ മീ, പെറ്റ് ഷോപ്പ് നിയർ മീ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ആ കറൻറ്റ് ലൊക്കേഷൻ എവിടെയാണോ ആ ലൊക്കേഷൻ്റെ പ്രോക്സിമിറ്റി അഥവാ ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പരമാവധി നമ്മുടെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഷെയർ ചെയ്തേക്കുക. ആ ലൊക്കേഷൻ്റെ അടുത്തുള്ള സെർച്ചുകൾ നമ്മളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. മൂന്നാമത്തെ കാര്യം പ്രൊമിനൻസ്. അതായത് ദിസ് മീൻസ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലിസ്റ്റിംഗ്. ക്വാളിറ്റി, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ഈ ഗൂഗിൾ യൂസേഴ്സ് എത്രത്തോളം അതുമായിട്ട് എൻഗേജ് ചെയ്യുന്നു. കാരണം നമുക്ക് ഒരു ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. എല്ലാ വിവരങ്ങളും പ്രോംപ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രൊമിനൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവും. കാരണം ക്വാളിറ്റി ഓഫ് ലിസ്റ്റിംഗ് അഥവാ ആളുകൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഹൗ ടു സെറ്റപ്പ് എ ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് അഥവാ GMB അക്കൗണ്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, ഇതിനുള്ള സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഈ ഓരോ സ്റ്റെപ്പിലൂടെയും ഇതിനെപ്പറ്റി ഒട്ടും പരിചയമില്ലാത്ത ആൾക്ക് പോലും ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന രൂപത്തിലാണ് നമ്മൾ ഈ സ്റ്റെപ്സ് പറയുന്നത്. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഇൻ ടു ഗൂഗിൾ മൈ ബിസിനസ് വിത്ത് യുവർ എക്സിസ്റ്റിംഗ് ഗൂഗിൾ അക്കൗണ്ട്. നമ്മുടെ Gmail അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ന്യൂ അക്കൗണ്ട് അതിന് വേണ്ടി തുടക്കുക. ആ ബിസിനസ് ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഏറ്റവും ആദ്യം സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ഫസ്റ്റ് പ്രോസസ്സ്. എന്നിട്ട് ആഡ് യുവർ ബിസിനസ് ബൈ എൻ്ററിങ് യുവർ ബിസിനസ് നെയിം. അതിനകത്തൊരു ബിസിനസ് നെയിം ബോക്സ് ചോദിച്ചിട്ടുണ്ട്, അവിടെ സ്ഥാപനത്തിൻ്റെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം അപ്രോപ്രിയേറ്റ് കാറ്റഗറി ഓഫ് യുവർ ബിസിനസ്. ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കിട്ടും, അതിൻ്റെ അകത്ത് ഒരുപാട് കാറ്റഗറികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് കാറ്റഗറിയാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് യെസ് ഇഫ് യു വാണ്ട് ടു ആഡ് എ ഫിസിക്കൽ ലൊക്കേഷൻ ഫോർ കസ്റ്റമർ ടു വിസിറ്റ്. നമ്മുടെ ഓഫീസ് വിസിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ട് എങ്കിൽ അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ആ യെസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ അഡ്രസ്സ്, എൻ്റർ ദ അഡ്രസ്സാണ് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് എന്താണോ അഡ്രസ്സ് പ്രോംപ്റ്റായിട്ട് കൊടുക്കുക. 6ാമത്തെ കാര്യം സെലക്ട് യെസ് ഓർ നോ ഫോർ ദ സെക്ഷൻ. ഡു യു പ്രൊവൈഡ് ഹോം ഡെലിവറീസ് ആൻഡ് ഓഫീസ് വിസിറ്റ്സ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് യെസ് ഓർ നോ ഏതാണോ നിങ്ങളുടെ ബിസിനസ്സിന് പ്രോംപ്റ്റായിട്ടുള്ള അത് കൊടുക്കുക. 7ാമത്തെ കാര്യം നമ്മുടെ ബിസിനസ്സിൻ്റെ ഫോൺ നമ്പർ, വെബ്സൈറ്റ്, അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോംപ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അതിലൊരു വെരിഫിക്കേഷൻ പാർട്ടുണ്ട്, കോൾ ഓർ ടെക്സ്റ്റ് ഓപ്ഷനൊക്കെ ഉണ്ട്. അത് യൂസ് ചെയ്യാൻ പറ്റും, എനേബിൾ ചെയ്യാൻ പറ്റും.
എട്ടാമത്തെ കാര്യം ക്ലിക്ക് യെസ് ഇഫ് യു വാണ്ട് അപ്ഡേറ്റ്സ് ആൻഡ് റെക്കമെൻഡേഷൻ ഫോർ യുവർ ബിസിനസ് ഫ്രം ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ അപ്ഡേറ്റ്സും റെക്കമെൻഡേഷൻസൊക്കെ ഉണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക. ഒമ്പതാമത്തെ കാര്യം മൊബൈൽ നമ്പർ വെരിഫിക്കേഷന് വേണ്ടിയിട്ടൊരു മൊബൈൽ നമ്പർ ചോദിക്കും, അത് പ്രൊവൈഡ് ചെയ്യുക. പത്താമത്തെ കാര്യം ആഡ് യുവർ സർവീസസ് ഫ്രം എക്സിസ്റ്റിംഗ് ഓപ്ഷൻസ്. അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ടെലി മാർക്കറ്റിംഗ് ഇങ്ങനെ അതിന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ സർവീസസ് ഏതൊക്കെയാണോ ആ എക്സിസ്റ്റിംഗ് ഓപ്ഷൻസിൽ നിന്ന് അത് സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക. ദെൻ 11ാമത്തെ കാര്യം ആഡ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന ചൂസ് ചെയ്യാം. ആഡ് കസ്റ്റമർ സർവീസ് ടു ആഡ് അതർ സ്പെസിഫിക് സർവീസ്. അങ്ങനെ എന്തൊക്കെയാണോ ഓപ്ഷൻസ് ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യാനുള്ളൊരു ഭാഗമാണ്. 12ാമത് ബിസിനസ് അവേഴ്സ് കൊടുക്കുക കറക്റ്റായിട്ട്. ഇപ്പം 9:30 to 5:30, 9:30 to 6, 9 to 6 ഏതാണോ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് അത് കറക്റ്റായിട്ട് കൊടുത്തേക്ക്. ഏതൊക്കെ ദിവസം ഓപ്പൺ ആയിരിക്കും, ഏത് ദിവസം ക്ലോസ്ഡ് ആയിരിക്കും, ഇതിനനുസരിച്ചായിരിക്കും ലിസ്റ്റിങ്ങിൽ അത് ഓട്ടോമാറ്റിക്കലി കാണിക്കുന്നത്. പിന്നെ 15ാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യം ആക്സെപ്റ്റ് മെസ്സേജ്. ചെക്ക് ദ ആക്സെപ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് നമുക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാം. അതൊരു ഫ്രീ ഓപ്ഷനാണ്, അത് എനേബിൾ ചെയ്തിടാവുന്നതാണ്. 16ാമത്തെ കാര്യം ബിസിനസ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നമ്മുടെ ബിസിനസ്സിനെ പറ്റി ഒരു 750 ക്യാരക്ടേഴ്സിൽ താഴെയുള്ള 750 വാക്കിനുള്ളിൽ നമ്മുടെ കഥയും തിരക്കഥയും ഒക്കെ അതിൽ എഴുതി വയ്ക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെയാണ് സ്ഥിതി ചെയ്യണത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മുടെ ഒരു ബേസിക് പ്രൊഫൈൽ നമുക്ക് അതിൽ കൊടുക്കാം. ഇനി 17ാമത്തെ കാര്യം ഫോട്ടോസ്. ആഡ് ഫോട്ടോസ് ഓഫ് യുവർ ബിസിനസ് സച്ച് ലോഗോ, എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ, സ്ഥാപനത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ സ്ഥാപനം, നമ്മുടെ ലോഗോ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ആളുകൾക്ക് ഇത് വിഷ്വലി കാണാനും ഒക്കെ സാധിക്കും. 18ാമത്തെ കാര്യം ക്ലിക്ക് ഓൺ ക്ലെയിം നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് പലപ്പോഴും എനേബിൾഡ് ആയിരിക്കും. ഗൂഗിൾ ആഡ്സ് ഫ്രീ ആയിട്ട് ഒരു 2000 രൂപയ്ക്കുള്ള ഫ്രീ അഡ്വർടൈസ്മെൻറ്റ് ക്രെഡിറ്റ്സ് കിട്ടുന്നുണ്ട് ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമുക്കത് ക്ലിക്ക് ചെയ്ത് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേ പ്രൊമോഷൻസ് ചെയ്യാൻ പറ്റും. പിന്നെ 19ാമത്തെ കാര്യം ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. കാരണം നമ്മുടെ GMB ഡാഷ്ബോർഡും പ്രൊഫൈലും കംപ്ലീറ്റ് ആണെന്നുള്ളതിൻ്റെ ഫൈനൽ ഇതാണ് ആ കണ്ടിന്യൂ ബട്ടൺ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവായി അത് ഭംഗിയായി ഉപയോഗിച്ച് പോവാം. ഇനി ഹൗ ഗൂഗിൾ മൈ ബിസിനസ് ഷോ യുവർ ബിസിനസ് എന്നുള്ളത് തിരിച്ചറിയുക. എങ്ങനെയായിരിക്കും നമ്മുടെ ബിസിനസ്സിനെ ഷോക്കേസ് ചെയ്ത് മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കുന്നത്. എല്ലാ വെരിഫിക്കേഷൻ പ്രോസസ്സുകളുണ്ട്. ഇതിന് ശേഷം ഗൂഗിൾ നമ്മുടെ സെർച്ച് റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ഗൂഗിൾ മൈ ബിസിനസ് പേജ് പുറത്തേക്ക് കാണിക്കാൻ തുടങ്ങും. ഈ സമയത്ത് എഡിറ്റ് പ്രൊഫൈൽ, പ്രൊമോട്ട് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന 3 ഓപ്ഷനുകൾ നമുക്കതിൽ കാണാം. അതൊരു നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഗൂഗിൾ സെർച്ച് പേജിൻ്റെ ലെഫ്റ്റ് സൈഡ് പാനലിലായിട്ടായിരിക്കും, ഒരു സൈഡ് പാനലിലായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബ്രാൻഡ് നെയിം വഴി സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ടിൻ്റെ അകത്ത് ചില ആക്ഷൻ ബട്ടണുകളുണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റും. വെബ്സൈറ്റ്, ഡയറക്ഷൻ, സേവ് കോൾ എന്നൊക്കെ പറയുന്ന ആ ഡയറക്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ വെബ്സൈറ്റിലേക്ക് പോവാം, അവിടേക്ക് പോകേണ്ട ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് അങ്ങോട്ട് എത്തണമെങ്കിൽ ഡയറക്ഷൻ വഴി വരാം. ആൾക്കത് സേവ് ചെയ്തെടുത്ത് പിന്നീടുള്ള ആവശ്യത്തിനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ ഉപയോഗിക്കാം. കോൾ ചെയ്യാൻ, ആ സ്ഥാപനത്തിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വിവരങ്ങൾ അതിൽ കാണാം. GMB അക്കൗണ്ടിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. റിവ്യൂകൾ, ആളുകൾ കൊടുത്തിരിക്കുന്ന റിവ്യൂസ് അതിലുണ്ടാവും. മുമ്പുള്ള കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ, നമ്മുടെ മറ്റുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, ഫേസ്ബുക്കോ ട്വിറ്ററോ ലിങ്ക്ഡിനോ യൂട്യൂബോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിലുണ്ടാവും. അത് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. മറ്റ് അഡ്രസ്സുകളോ കോൺടാക്ട് നമ്പേഴ്സോ ബ്രാഞ്ചുകളുടെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഏത് യൂസറിനെ സംബന്ധിച്ചിടത്തോളം സജസ്റ്റ് ആൻഡ് എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ GMB അക്കൗണ്ടിൽ കയറുമ്പോൾ ഉണ്ടാവും. മറ്റുള്ളവർക്ക് നമ്മുടെ ബിസിനസ്സിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൺ ദ ബിസിനസ് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ ബിസിനസ് ഓൺ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആ പർട്ടിക്കുലർ ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൺലൈൻ വിസിബിലിറ്റി നമ്മുടെ ബിസിനസ്സിനെ കൂട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ മൈ ബിസിനസ്. നമ്മുടെ കസ്റ്റമറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ബിസിനസ്സിനെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ തീർച്ചയായിട്ടും ലിസ്റ്റ് ചെയ്യണം, കസ്റ്റമറുമായി കണക്ട് ചെയ്യണം, ഓൺലൈൻ വിസിബിലിറ്റി കൂട്ടണം. എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൽ ലൊക്കേഷൻ, കോൺടാക്ട് നമ്പർ, ബിസിനസ് അവേഴ്സൊക്കെ കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഫോട്ടോസ് ആഡ് ചെയ്യുക, ഗൂഗിൾ മൈ ബിസിനസ് ഭംഗിയായിട്ട് യൂസ് ചെയ്യുക. വളരെ സിമ്പിളാണ്. വീണ്ടും പറയാണ്, പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഗൂഗിൾ മൈ ബിസിനസ്. താങ്ക് യു.